ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലിപ്സ്റ്റിക് റിവ്യൂവിനെ കുറിച്ച്. അപ്പോൾ ലിപ്സ്റ്റിക് റിവ്യൂ പറയാമെന്ന്. അപ്പോൾ ആ വീഡിയോ ആണ് ഇത്. നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂസ് കാണാം. ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ ലിപ്സ്റ്റിക് ഉണ്ട്. കുറേ ലിപ്സ്റ്റിക് ഇല്ല. എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാം. വീഡിയോയിലേക്ക് പോയാലോ. ഇതാ കുറച്ച് ലിപ്സ്റ്റിക്കേ ഉള്ളൂ. ഞാൻ ടാബ് എടുത്തത്, എനിക്ക് അതിൻ്റെ ഷെയ്ഡുകൾ കുറേ എണ്ണത്തിൻ്റെ ഷെയ്ഡൊന്നും എനിക്കറിയില്ല. ഞാൻ കുറേ നാളായി വാങ്ങിച്ചിട്ട്. അപ്പം അതിൻ്റെ ഷെയ്ഡുകൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് ഞാൻ ഇതെടുക്കാൻ കാരണം, ടാബിലെടുക്കാൻ കാരണം. ഓക്കെ, ഞാൻ നോക്കട്ടെ. ഓക്കെ 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 ഫസ്റ്റത്തെ ലിപ്സ്റ്റിക്ക്. ഓക്കെ, ഫസ്റ്റത്തെ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്കാണ്. ഇത് പ്യുവർ മാറ്റ് ലിപ്സ്റ്റിക് അതാണ് ഇതിൻ്റെ ടാഗ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് 221 ഹോട്ട് റെഡ് എന്ന് പറയുന്ന ഷെയ്ഡാണത്. നല്ല ഷെയ്ഡാണ്. പക്ഷേ കുറേ നേരം നിൽക്കുമോ എന്ന് ചോദിച്ചാൽ അതിനൊന്നും ഗ്യാരണ്ടി പറയില്ല. കുറച്ച് നേരം നിന്നാൽ അധികം നേരം ഒന്നും നിൽക്കില്ല എന്തായാലും. പിന്നെ സ്മഡ്ജ് പ്രൂഫ് ഒന്നും പറയാനില്ല. സാധാരണ ലിപ്സ്റ്റിക്ക് നമ്മൾ കെയർ ആൻഡ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും ഇത്. പിന്നെ വലിയ മാറ്റ് ആണോ എന്ന് ചോദിച്ചാലും എനിക്ക് അത്ര പറയാനുമില്ല. അധികം മാറ്റ് അല്ല, എന്നാലും കുഴപ്പമില്ല. നല്ല ലിപ്സ്റ്റിക്ക് കുഴപ്പമില്ലാത്ത ലിപ്സ്റ്റിക്ക്. ഓക്കെ, അടുത്തത് ഇതാ ഈ ലിപ്സ്റ്റിക്ക്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ HD മാറ്റ് ലിപ്സ്റ്റിക് ആണിത്. HD മാറ്റ് ലിപ്സ്റ്റിക്ക്. ഇത് ഷെയ്ഡ് വന്നിട്ട് ഫ്രഷ് റെഡ് 17 ആണ് ഇതിൻ്റെ ഷെയ്ഡ് നെയിം. ഇത് കണ്ടാലറിയില്ലേ, ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. ഇപ്പം ഇട്ടേക്കുന്നത് ഇതാണോ? അയ്യോ, മറന്നുപോയി, മറന്നുപോയി. ഇത് എന്താണ്, ഫ്രഷ് റെഡ്. ഞാൻ ഇത് റെഡ് കളറാണ് എന്ന് കരുതി, നല്ല റെഡ് കളറാണെന്ന് കരുതിയിട്ടാണ് ഇത് വാങ്ങിച്ചത്. പക്ഷെ ഇതൊരു പിങ്ക് കളറ് ഇതിന് വരുന്നുണ്ട്. പിങ്ക് അല്ല, ഒരു മജന്ത, ആ ഒരു ഷെയ്ഡ് ഇതിന് വരുന്നുണ്ട്. ആക്ച്വൽ റെഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഈ ഫ്രഷ് റെഡിന്റെ വാക്ക് ഇത് വെച്ചിട്ട് വെറുതെയാണ്. എൻ്റെ ലിപ്പിൽ ഇതിൽ ഒരു പിങ്ക് മജന്ത ആ ഒരു കളറാണ് വരുന്നത്. ഓക്കെ, ഇത് പറയില്ലേ, കണ്ടാലറിയാം, അതാണ് ഞാൻ ഏറ്റവും യൂസ് ചെയ്യുന്നത്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല മാറ്റാണ്. എൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. നല്ല മാറ്റ് ഫിനിഷ് ഉള്ളതാണ്. ഞാൻ സാധാരണ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യും. എന്നിട്ട് പിന്നെ വീണ്ടും പ്രസ് ചെയ്യും. അപ്പോൾ ഇത് നല്ല മാറ്റായിട്ട് ഇങ്ങനെ നിൽക്കും. എനിക്ക് പേഴ്സണലി ഇഷ്ടമായ ഒരു ലിപ്സ്റ്റിക്കാണ്. കാരണം ഇത് കുറേ നേരം നിൽക്കും. എൻ്റെ ലിപ്പിൽ അത് കുറേ നേരം നിൽക്കും. ബാക്കിയുള്ളവരുടെ എനിക്കറിയില്ല. എൻ്റെ ലിപ്പിൽ ഇത് കുറേ നേരം നിൽക്കും. എന്നോട് ഇട്ട് കഴിഞ്ഞാൽ കുറേ പേര് ചോദിക്കും, ഇതന്നെ ഇട്ടാലും അവർ ചോദിക്കും, അയ്യോ എൻ്റെ ഇതെങ്ങനെ പോവാണ്ടിരിക്കണേന്ന് ചോദിക്കും. എൻ്റെ ലിപ്പിൽ അങ്ങനെ പോവാറില്ല. കുറേ പേരെന്ന് വെച്ചാൽ പേരൊന്നും ഉദ്ദേശിക്കുന്ന എൻ്റെ കസിൻസ് അങ്ങനെയാണ്. അപ്പോൾ ഇതാ സ്വിസ് ബ്യൂട്ടിയുടെ ഫ്രഷ് റെഡ് 70 HD മാറ്റ് ലിപ്സ്റ്റിക്. ആ മാറ്റ് എന്ന് പറയുന്ന ആ പേരിന് 100% ഇത് അനുയോജ്യമാണ്. ഓക്കെ, അടുത്തത് നൈക്കയുടെ നൈക്ക സോ മാറ്റ് ലിപ്സ്റ്റിക്. പേര് സോ മാറ്റ് ലിപ്സ്റ്റിക് എന്നാണ്. ഷെയ്ഡ് വന്നിട്ട് 3M റീഗൽ റൂബി. 3M റീഗൽ റൂബി എന്നാണോ അങ്ങനെ പ്രൊനൗൺസിയേഷൻ അറിയില്ല. 30M റീഗൽ റൂബി. ഇതും നൈക്കയുടെ പൊതുവെ ലിപ്സ്റ്റിക്ക് എനിക്ക് അധികം നേരം ലോങ് ലാസ്റ്റ് ചെയ്ത ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് പോവും. പക്ഷെ നമുക്ക് കുറച്ച് നേരത്തേക്കൊക്കെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു മോർണിംഗ് ടു ലഞ്ച് ടൈം അത്ര വരെ ഇത് നിൽക്കുള്ളൂ. അതിന് മുമ്പ് ഇത് പിന്നെ വിട്ടുകൊണ്ടിരിക്കണം ഇത്, അല്ലെങ്കിൽ ഇത് മൊത്തം പോവും. പിന്നെ മാറ്റാണെന്ന് വെച്ചാൽ നല്ല മാറ്റാണ്. പക്ഷെ ഇടയ്ക്ക് ഇതിങ്ങനെ തരി പോലെ ഇങ്ങനെ ഇതായിട്ട് വരും. അത് നമ്മുടെ ലിപ്പിൽ നിന്ന് ഇങ്ങനെ പോവും.
അപ്പോൾ ഇതിനെനിക്ക് വലിയ റിവ്യൂ അങ്ങനെ പറയാനില്ല. അപ്പോൾ നൈക്കയുടെ സോപ്പ് മാറ്റ് ലിപ്സ്റ്റിക്. അടുത്തത് ഇതും നൈക്കയുടെ തന്നെയാണ്. ഫ്രിഡ 50 ഷെയ്ഡ് ഫ്രിഡ 50 ഫ്രിഡ തന്നെയാണ് വായിക്കുന്നത്. ഓക്കെ, 50 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതും ഒരു റെഡ് ടൈപ്പ് വരുന്നതാണോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട്, അങ്ങനെ കുറെ നേരം ലോങ് ലാസ്റ്റ് ചെയ്യുന്നതോ സ്മച്ച് പ്രൂഫോ വാട്ടർ പ്രൂഫോ അല്ലാണ്ട് കുറെ നേരം നമ്മൾ ഒരു വലിയൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എനിക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല നൈക്കയുടെ ലിപ്സ്റ്റിക്കുകൾ. ഓക്കെ, അപ്പോൾ ഷെയ്ഡ് വന്നിട്ട് 15 ഫ്രിഡ. നൈക്ക അൾട്രാ മാറ്റ് ലിപ്സ്റ്റിക് ആണ് ഇത് നൈക്കയുടെ. അടുത്തത് ഈ നിങ്ങൾ വിചാരിക്കും നൈക്കയുടെ ലിപ്സ്റ്റിക്കിന് ഇത് കമന്റ് ഐ മീൻ റിവ്യൂ നല്ലത് പറയാണ്ട്, പക്ഷെ നൈക്കയുടെ ലിപ്സ്റ്റിക്കിന് ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രതീക്ഷയിൽ വാങ്ങിക്കുന്നതാണ്. ഇത് നല്ലതായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ വാങ്ങിച്ചു വെക്കുന്നതാണ്. ഇത് നൈക്കയുടെ ആൾ ഡേ മാറ്റ് ലോങ് ലാസ്റ്റിംഗ് ട്രാൻസ്ഫർ പ്രൂഫ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇത് ഈ ട്രാൻസ്ഫർ പ്രൂഫാണ്, അധികം അങ്ങനെ സ്മജൊന്നും ആവില്ല. പിന്നെ മാറ്റാണ്, നല്ല മാറ്റാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് എനിക്ക് ചേരില്ല, എൻ്റെ മുഖത്തിന് ഇത് ചേരില്ല. ഇത് ഞാൻ ഓൺലൈനാണ് വാങ്ങിച്ചത്, അതിൻ്റെതായ ആ പ്രശ്നമാണ് ഉള്ളത്. എൻ്റെ മുഖത്തിട്ടിട്ടുണ്ടെങ്കിൽ അത് വാഷ് ഔട്ട് ചെയ്ത് നിൽക്കും. എൻ്റെ മുഖം വേറെ ലിപ്സ്റ്റിക് വേറെ എന്നുള്ള രീതിയിൽ നിൽക്കും. അതുകൊണ്ട് പക്ഷെ ഞാൻ ഇത് വേറെ ലിപ്സ്റ്റിക്കിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇടാറുണ്ട്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നിൽക്കും, അതായത് ഇത് മാറ്റ് ആണല്ലോ, അപ്പോൾ ആ ഒരു മാറ്റ്നെസ്സും പിന്നെ ലോങ് ലാസ്റ്റ് ചെയ്യും, പിന്നെ ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, അതുപോലെ നിൽക്കും. പക്ഷെ ഷെയ്ഡ് എൻ്റെ ഇത് ഒറ്റയ്ക്ക് ഇടാൻ പറ്റില്ല, എൻ്റെ ഷെയ്ഡായി പോയില്ല, എനിക്ക് മിസ്റ്റേക്ക് പറ്റിപ്പോയി ഇതിൻ്റെ കാര്യത്തിൽ. ഓക്കെ, ഷെയ്ഡ് പറഞ്ഞില്ലല്ലോ, ഗ്രാൻഡ് ഫാൻ ആണ് അതിൻ്റെ പേര്. ചിലപ്പോൾ എനിക്ക് പറ്റില്ലെങ്കിലും നിങ്ങൾക്ക് പറ്റുമായിരിക്കും. നിങ്ങൾ അതായത് ഓൺലൈൻ അല്ല, സാധാരണ ഷോപ്പിലൊക്കെ പോയി വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിലും ഈ ലിപ്സ്റ്റിക്കും ഫൗണ്ടേഷനൊക്കെ നമ്മൾ റിയൽ ഷോപ്പിൽ പോയി വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ, ഓൺലൈനേക്കാളും നല്ലത്. റിട്ടേൺ പോളിസി ഉണ്ടെങ്കിലും നമ്മൾക്ക് ഏറ്റവും നല്ലത് അങ്ങനെയായിരിക്കും. പക്ഷെ എൻ്റെ നാട്ടിൽ അതൊന്നും നടക്കാറില്ല, ഞാൻ മിക്കതും ഓൺലൈനായിട്ടാണ് വാങ്ങിക്കാറ്. അടുത്തത് മാർസ് എടുക്കാം. മാർസിന്റെ ക്രീമി മാറ്റ് ലിപ്സ്റ്റിക്. മാർസിന്റെ ക്രീമി മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് വന്നിട്ട് 4. പേര് ഡാൻഡിയ എക്സ്പ്ലോഷൻ. ഡാൻഡിയ എക്സ്പ്ലോഷൻ എന്നാണ് ഇതിന്റെ പേര്. മാർസിന്റെ ലിപ്സ്റ്റിക് ഭയങ്കര അഫോർഡബിൾ ആണ്, എല്ലാവർക്കും അറിയുന്ന പോലെ അഫോർഡബിൾ ആണ്. പക്ഷേ ഇത് അധികം നേരം നിൽക്കില്ല എന്ന് മാത്രമല്ല, ഇത് സ്മജ് ആവും, പെട്ടെന്ന് പോവുകയും ചെയ്യും. ലോങ് ലാസ്റ്റിംഗ് അല്ല, ട്രാൻസ്ഫർ പ്രൂഫ് അതൊന്നുമല്ല. ഓക്കെ, ഇപ്പൊ മാർസിൻ്റെ പക്ഷെ ഇത് നല്ല ഷെയ്ഡാണ്. നല്ല ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നല്ല ഷെയ്ഡാണ്. പിന്നെന്താ, അപ്പോൾ ഇത് ആർക്കെങ്കിലും ഓക്കെ, ഞാൻ എൻ്റെ റിവ്യൂ പറഞ്ഞല്ലോ, അത്രയൊക്കെ ഉള്ളൂ. മാർസിന്റെ അഫോർഡബിൾ ആ റേറ്റിനുള്ളത് മാത്രമേ അത് കാണിക്കുന്നുള്ളൂ, വേറെ എക്സ്ട്രാ ഇതൊന്നും ഈ ഇത് കാണിക്കുന്നില്ല. എത്രയാണോ അതിന്റെ എമൗണ്ട്, വലിയ എമൗണ്ട് ഒന്നുമില്ല, 195 രൂപയേ ഉള്ളൂ. ആ ഒരു എമൗണ്ടിനുള്ളത് മാത്രമേ ഇത് കാണിക്കുന്നുള്ളൂ. പക്ഷെ എൻ്റെ ഇതിന്റെ 2 ഷെയ്ഡ് ഉണ്ട്. അടുത്ത ഷെയ്ഡ് ഞാൻ കാണിച്ചത് ഇത് ഡാൻഡിയ എക്സ്പ്ലോഷൻ 4 ആണ്. ഇത് ഞാൻ പറയില്ലേ മറ്റേ നൈക്കയുടെ, ഞാൻ അതൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഇടാറുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടി നിൽക്കും. പക്ഷെ ഇത് ഒറ്റയ്ക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് പോവും. പിന്നെ അടുത്തത് മാർസിന്റെ തന്നെ, ഇത് മാർസിന്റെ 16 അത് തന്നെയാണ്, ക്രീമി മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ പേര് ബെറിലിഷ്യസ് ബാലറ്റ് തോന്നുന്നു പ്രൊണൗൺസിയേഷൻ. ബെറിലിഷ്യസ് ബാലറ്റ് 16 ആണ് നമ്പർ. അപ്പൊ ഇതും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് എന്താണ്, സ്മജ് പ്രൂഫ് അല്ല, വാട്ടർ പ്രൂഫ് അല്ല, പിന്നെ ലോങ് ലാസ്റ്റിംഗ് അല്ല,
അപ്പോൾ സാധാരണ ഏതെങ്കിലും മിക്സ് ചെയ്തിട്ടാണ് അത്രയും ഉപകാരം എന്നുള്ള രീതിയിൽ ഞാൻ മാർസിന്റെ നൈക്കയും മിക്സ് ചെയ്തിടും. പിന്നെ സെസ് ബ്യൂട്ടിയുടെ ഒരു എനിക്ക് ഇഷ്ടമുള്ള ഒരു ഷെയ്ഡ് എന്ന് പറയില്ല, ആ ഷെയ്ഡുമായിട്ട് ഞാൻ ഇത് മിക്സ് ചെയ്തിടാറുണ്ട്. അങ്ങനെ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ, അല്ലാണ്ട് ഒറ്റയ്ക്ക് ഇത് ലോങ് ലാസ്റ്റ് ചെയ്യില്ല. അതിന്റെ 2 ഷെയ്ഡുണ്ട്. പിന്നെ ഇതാ ഏകദേശം എല്ലാം ആയില്ലേ? ഇല്ല, ഇനിയുണ്ട്. ഇനി സ്റ്റുഡിയോയുടെ ഒരു ലിപ്സ്റ്റിക് ആണ് ഇത്. ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. എൻ്റെ ആകെ 2 ഉള്ളൂ ലിക്വിഡ് ലിപ്സ്റ്റിക്, ബാക്കിയൊക്കെ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. പക്ഷെ ലിക്വിഡ് ലിപ്സ്റ്റിക് കുറച്ചും കൂടി മാറ്റ് ഫിനിഷ് തരുന്നത് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. പക്ഷെ സർപ്രൈസിംഗ്ലി മറ്റേ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിൽ എനിക്ക് ആ സ്വിസ് ബ്യൂട്ടിയുടെ എനിക്ക് ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കും കുറച്ച് മാറ്റ് ഫിനിഷ്, നല്ല മാറ്റ് ഫിനിഷ് കാണിക്കും. ഇത് സ്വിസ് ബ്യൂട്ടി അല്ല, ഐ മീൻ സ്റ്റുഡിയോയുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെയൊക്കെ ഷെയ്ഡ് ഞാൻ കാണിക്കാം. ഇത് ഞാൻ അധികം അങ്ങനെ ഇട്ടിട്ടില്ല, പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ സ്മജ് പ്രൂഫ് അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ഇത് സാധാരണ ഒരു ലിപ്സ്റ്റിക് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒന്ന് പുറത്ത് പോകാൻ അത് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് അത് പോവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, വാങ്ങിച്ചിട്ട് എനിക്ക് അബദ്ധം പറ്റുന്നത് അത് മാത്രമല്ല, നൈക്ക മാത്രമല്ല, മെബ്ലിന്റെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ്, ഇതും എനിക്ക് വാങ്ങിച്ചിട്ട് അബദ്ധം പറ്റിയ ഒരു ലിപ്സ്റ്റിക് ആണ്. കാരണം ഇതും ഇട്ടാല് എൻ്റെ മുഖം വാഷ് ഔട്ട് ചെയ്യും. അതുകൊണ്ട് ഇതും ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഇടാറ്. ഓക്കെ, ഇതും എനിക്ക് മാത്രമേ ചേരാത്തുള്ളൂ, വേറെ ആരെങ്കിലും ഒക്കെ ഇട്ടിട്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കിത് എൻ്റെ ഫേസിൽ ചേരാത്ത പോലെ ഇങ്ങനെ നിൽക്കും. ഇത് മെബലിൻ്റെ ഷെയ്ഡ് പറഞ്ഞില്ലല്ലേ, ഷെയ്ഡ് വന്നിട്ട് പീച്ച് അഡിക്റ്റ്. ഇതൊക്കെ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാനിതൊക്കെ വാങ്ങിച്ചിട്ട് കുറേ നാളങ്ങളായി. ഓക്കെ, ഇത് പീച്ച് അഡിക്റ്റ്. ഞാൻ പറഞ്ഞ മെബലിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് മാറ്റ് ഫിനിഷ് ആണ്. പക്ഷെ ഇതും വലിയ സ്മജ് പ്രൂഫ് അല്ല, എന്നാൽ കുറച്ച് സ്മജ് പ്രൂഫ് ആണ്. അങ്ങനത്തെ ഐ മീൻ കുറെ അങ്ങനെ ഭയങ്കര രീതിയിൽ പോവില്ല, കുറച്ച് അവിടെ നിൽക്കും, കുറച്ച് നേരം ലോങ് ലാസ്റ്റ് ഒക്കെ ചെയ്യും. പിന്നെ മാറ്റ് ഫിനിഷും തരും. കുഴപ്പമില്ലാത്ത ലിപ്സ്റ്റിക് ആണ്. എനിക്ക് ചേരില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഇതിനുള്ളൂ. പിന്നെ എനിക്കറിയാത്ത ഷെയ്ഡിന്റെ മാത്രമേ ഞാൻ ടാബിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട്, ഇതിൻ്റെയൊക്കെ പേരുണ്ട് ഉള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ബാക്കിയുള്ളതിൻ്റെ അതിൻ്റെ ഒരു ടാഗ് പേരുണ്ടല്ലോ, ടാഗ് ലൈൻ കൊടുക്കുമല്ലോ, അത് എനിക്ക് അറിയില്ല. അപ്പൊ അതാ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത്. ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇനി അടുത്തത് മെബലിന്റെ ബ്രൂക്ലിൻ ബെയർ മാറ്റ് ക്രീംസ് ആണ്. ഇതും ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ സ്മച്ച് പ്രൂഫോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാരണ ഒരു ലിപ്സ്റ്റിക് ആണ്. നമുക്ക് വലിയ മാറ്റ് ആണ്, പക്ഷെ ആ മാറ്റ് ഫിനിഷ് അങ്ങനെ ഒന്നും കാണിക്കില്ല. ഇതും എൻ്റെ മുഖത്ത് അങ്ങനെ ചേരില്ല, പക്ഷെ ചേരും എന്നുള്ളൊരു പ്രൊഡക്റ്റ് മാത്രമാണിത്. ഇതും കുറെ നാളത്തെ ഉപയോഗിച്ചതിൻ്റെ ഇതുമ്മ അല്ല, ഐ മീൻ കുറെ നാൾ ആയി വാങ്ങിച്ചെന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഇതും ഉണ്ട്. നിറച്ചും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതിൻ്റെ കളറൊക്കെ പോയി. പിന്നെ ഇതിന് ഷെയ്ഡ് ഇത് 675 ആണ്. മെബലിന്റെ 675 കാറ്റഗറിയിൽ വരുന്നതാണ്. പക്ഷെ ഇപ്പൊ ഈ 675 ഞാൻ ഇന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ നോക്കിയിട്ട് കണ്ടില്ല. ഇപ്പോൾ ഉള്ളത് 657 ആണ്. 67 എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നൈക്കിൽ ഞാൻ കണ്ടില്ല, ചിലപ്പോൾ അത് നിർത്തിയിട്ടുണ്ടാവും, അവർ അടുത്ത ഷെയ്ഡ് ഇറക്കിയിട്ടുണ്ടാവും. ഈ ഷെയ്ഡ് വന്നിട്ട് ബ്രൂക്ലിൻ ബെയർ. നിങ്ങൾക്ക് അതുകൊണ്ട് ചിലപ്പോൾ വാങ്ങിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ലിപ്സ്റ്റിക്കിന്റെ റിവ്യൂ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലേ, കുറേ അധികം ലിപ്സ്റ്റിക് ഒന്നുമില്ല, എൻ്റെ കയ്യിൽ ഉള്ള ലിപ്സ്റ്റിക്കിന്റെ റിവ്യൂ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷെ ഇതിനും നല്ല ലിപ്സ്റ്റിക്ക് കുറേ പേരുടെ കയ്യിലുണ്ട്. ഇതിന് നല്ല ഇതൊക്കെ അഫോർഡബിൾ റേറ്റിലുള്ള ലിപ്സ്റ്റിക്കുകളാണ്. എൻ്റെ കയ്യിലുള്ളതൊക്കെ അഫോർഡബിൾ റേറ്റിൽ വരുന്നതാണ്. പിന്നെന്താ പറയാനുള്ളത്, ഈ ഷെയ്ഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ
ഇത് വാങ്ങിക്കുക. അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഫേസിന് ചേർന്നാണെങ്കിൽ വാങ്ങിക്കുക. അത് എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത് എന്നുള്ളതുകൊണ്ട് പറയുന്നതാണ്. പിന്നെ ഓവറോൾ പറഞ്ഞതിൽ എനിക്ക് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ സിസ് ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്ക് മാത്രമാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറെ നാളായി വാങ്ങിച്ചിട്ട്. ഇപ്പോഴത്തെ പ്രൊഡക്റ്റ് എങ്ങനത്തെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കുറെ നാളായി ഇപ്പൊ ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങിച്ചിട്ട്. എനിക്ക് എന്റെ ഷെയ്ഡുകൾ ഏകദേശം സെയിം ആയിരിക്കും. കാരണം എനിക്ക് റെഡ് ടോണിലോടേക്ക് ന്യൂഡ് ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ എന്റെ ഷെയ്ഡ് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. നമ്മൾ വാങ്ങിച്ചിട്ട് അത് അബദ്ധം പറ്റരുതല്ലോ. അതുകൊണ്ട് ഞാൻ അധികം റിസ്ക് എടുക്കാറില്ല. ഞാൻ മോസ്റ്റ്ലി എന്റെ ചേരുന്ന ഷെയ്ഡ് തന്നെ വേറെ വേറെ അടുത്തടുത്ത് വരുന്ന ഷെയ്ഡുകൾ മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. കഴിഞ്ഞില്ലേ? ഇനി എന്തെങ്കിലും ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഫേസിന്റെ ടോണും എൻ്റെ ഫേസിന്റെ ടോണും സെയിം ആയിട്ട് വരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക് കമന്റ് ചെയ്യണേ. അല്ലാത്തവരും കമന്റ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. കാരണം എനിക്ക് ആ ലിപ്സ്റ്റിക് വാങ്ങിക്കാലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.